ഇങ്ങനെ ഇവിടെ തുണിയും വിരിച്ചോണ്ടിരുന്നോ? എനിക്കല്ല എന്റെ വേദന അറിയുള്ളൂ. ഓ പിന്നെ എനിക്കിവിടെ സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ. അതിന് മാത്രമുള്ള സംഭവമാണല്ലോ ഇപ്പൊ ഇവിടെ ഉണ്ടായിരിക്കണത്. ഞാൻ അവളെ കൊച്ചു ചത്തുപോകുന്ന വിചാരിച്ചത്. അത് ജനിച്ചത് ഓർക്കുമ്പോ തന്നെ എനിക്ക് കാല് മുതൽ വിറഞ്ഞാ കയറണത്. പ്രസവത്തോടെ രണ്ടും അങ്ങോട്ട് ചത്തു കിട്ടിയാൽ മതിയായിരുന്നു. മാങ്ങാത്തൊലി. എന്റെ ഒരു വിധി. എടാ പൊട്ടാ വിവരം കേട്ടവനെ, നിനക്ക് ഇത്ര നാളായിട്ടൊരു ബുദ്ധി വെച്ചിട്ടില്ലേ? എടാ അവള് ജീവനോടെ ഇരുന്നാലല്ലേ നമുക്കൊരു ആങ്കൊച്ചെന്നുള്ള സ്വപ്നം, നിന്റെ ആ സ്വപ്നം നടക്കുള്ളൂ. നീ അത് ഇത്ര മണ്ടനാണോ നീ? പക്ഷെ എന്റെ പൊന്നു, ഇവനെ സമ്മതിക്കണം. എടാ അവള് തള്ള ചത്തുപോയ പിന്നെ നീ എങ്ങനെ ആങ്കൊച്ചിനെ ഉണ്ടാക്കുന്ന നീ പറയണത്? ഓ അത് ശരിയാണല്ലോ അമ്മേ. നമ്മളൊന്നും അവിടം വരെ പോയി അന്വേഷിച്ചില്ലല്ലോ അവളും കൊച്ചും ജീവനോടെ ഉണ്ടാന്ന്. അതെങ്ങനെ നമ്മ അന്വേഷിക്കുക? നീ ഒന്ന് പോയി ആ ഹോസ്പിറ്റൽ വരെ ഒന്ന് പോയി നോക്ക്, അവിടെ എന്താ അവസ്ഥയെന്ന്. ശരി അമ്മേ. അമ്മ വന്നില്ലേ അപ്പൊ എന്റെ കൂടെ? ഞാനൊന്നും വന്നില്ല. ഇനി ആ നശിഞ്ഞ കൊച്ചു ചത്തിട്ടില്ലെങ്കിൽ ആ പണ്ടാരത്തിന്റെ മുഖം കാണാൻ ഓർക്കുമ്പോ എനിക്ക് പ്രാന്താ കയറണം. അമ്മയും കൂടെ വാ അമ്മ എന്റെ കൂടെ. എനിക്ക് മോൻ നടക്ക്, വാ നമുക്കൊന്ന് അവിടെ വരെ പോയി അന്വേഷിച്ചിട്ട് വരാം. ഹോസ്പിറ്റലിലെത്തിയതിനു ശേഷം അമ്മേ ഇപ്പൊ ഇവിടെ നമ്മൾ ആരോടാ ഒന്ന് അന്വേഷിക്കാം അവളെ പറ്റി? ദേടാ മോനെ, ആ ഡോക്ടറോടൊന്ന് അന്വേഷിച്ച് നോക്ക് നീ. ഡോക്ടറെ, ഞാൻ ഇന്ന് ഡെലിവറിക്ക് അഡ്മിറ്റ് ആക്കിയ ദീപ എന്ന് പറഞ്ഞ ഒരു പേഷ്യന്റിന്റെ ഹസ്ബൻഡ് ആയിരുന്നു. ഏത് റൂമിൽ അവരെ അഡ്മിറ്റ് ചെയ്തേക്കണെന്നൊന്ന് അറിയാനായിരുന്നു. ഓ നിങ്ങളാണല്ലേ അവളുടെ ഭർത്താവ്. നിങ്ങളെ ഞാൻ ശരിക്കും പിടിച്ച് ജയിലിൽ പിടിച്ചിടേണ്ടതാ. പിന്നെ ആ കൊച്ചു കൈകാലം പിടിച്ച് പറഞ്ഞോണ്ടാ ഞാൻ പിന്നെ ഒന്നും ചെയ്യാഞ്ഞത്. ഡോക്ടറെ, ഞാനൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഡോക്ടർ എന്തൊക്കെയാ പറയണേ? ഓ താൻ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ തന്റെ അമ്മയായിരിക്കും ചെയ്തത്. തന്റെ അമ്മേനോടൊന്ന് ചോദിച്ചു നോക്ക്, അപ്പൊ അറിയാൻ പറ്റും. അത് പിന്നെ ഡോക്ടറെ, ഞാൻ അവളൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഡോക്ടർ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? ഓ നിങ്ങൾ ഇതിൽ കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യണ്ട. എന്നോടെല്ലാം ദീപ തുറന്നു പറഞ്ഞു. അവളെ അഡ്മിറ്റ് ചെയ്തേക്കണ റൂം നമ്പർ 230 അവിടെ പോയി അന്വേഷിക്കൂ. ഓക്കെ ഡോക്ടറെ. രണ്ടും കൂടെ കിടക്കണ കിടപ്പ് നോക്കിക്കേ. അതേടാ മോനെ, കൊണ്ടിട്ട് മനുഷ്യന് വിറച്ച് കയറിയിട്ടും പാടില്ല. അമ്മേ, അമ്മക്ക് എന്നോട് ഇച്ചിരിയെങ്കിലും ഒരു സ്നേഹം ഉണ്ടെങ്കിൽ അമ്മക്ക് ഒരു സഹായം എനിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് കൊന്നു തരാമോ എനിക്ക്? മോനെ, നിനക്ക് വേണ്ടിയല്ലേടാ ഞാൻ ജീവിക്കണ തന്നെ. നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യില്ലേ. ഞാൻ പോണേ ഇവിടെന്ന്. അവളുടെ ഒരു കുഞ്ഞും മോളും കൂടെ അവള് കിടക്കണണ്ടില്ലേ. എന്റെ മോന്റെ മനസമാധാനങ്ങൾ എന്നിട്ട് അവള് കിടക്കണം. മര്യാദക്ക് ഞാൻ പറഞ്ഞതാ വയറ്റി വെച്ചെന്നെ കളയാന്. അവൾ എന്നെ കൊണ്ട് മഹാഭാവം ചെയ്യിപ്പിച്ച് അടങ്ങുള്ളൂ. ഇവിടെ വാടി, പണ്ടാരത്തിന് ഇവിടെ എങ്ങാനും കൊണ്ട് കളയാം. വല്ല പട്ടിയോ പൂച്ചയോ കടിച്ചെടുത്തോണ്ട് പൊക്കോളൂ. നീ എന്നോട് ക്ഷമിക്കും. നിന്റെ അമ്മേനോട് ഞാൻ 10,000 തവണ ഞാൻ അവളോട് പറഞ്ഞ നിന്നെ വയറ്റി വെച്ചോളെ. പക്ഷെ അവൾ എന്നെ കൊണ്ട് മഹാഭാവം ചെയ്യിപ്പിച്ചടങ്ങുള്ളൂ. പിന്നെ ഞാൻ എന്താ ചെയ്യാ? നീയേ ഇവിടെ കെടാ. അയ്യോ എന്റെ കുഞ്ഞെന്തേ? അവളിവിടെ കിടത്തിച്ചതാണല്ലോ. അവളെന്തേ? ഡോക്ടറെ, ഡോക്ടറെ, കുഞ്ഞിനെ കാണാനില്ല ഡോക്ടറെ. അയ്യോ ഇവിടെ എങ്ങും ആരെയും കാണാനില്ലല്ലോ. ഞാൻ തന്നെ പോയി നോക്കാം. എന്റെ മോളവിടെ. അയ്യോ എന്റെ കുഞ്ഞിനൊന്നും മിണ്ടാൻ പോലും കഴിയില്ല. അവളവിടെ ആരാണോ ഈ ദുഷ്പ്രവൃത്തി ചെയ്തത്? ദൈവമേ, എന്റെ കുഞ്ഞെന്തേ ദൈവമേ? എന്തിനാ ദൈവമേ എന്നോട് മാത്രമേ പരീക്ഷണം? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? എന്റെ പാവം മോള്, അവക്കൊന്നും മിണ്ടാൻ പോലും കഴിയത്തില്ല. ഞാൻ ഒന്ന് ഒച്ച വെച്ച് കരയാൻ പോലും പറ്റത്തില്ല. ഞാൻ അവൾ എവിടെ ചെന്ന് അന്വേഷിക്കും? ഏത് ദുഷ്ടന്മാരാണോ എന്റെ കുഞ്ഞിനോട് ഇങ്ങനെ ചതി ചെയ്തത്? സിസ്റ്ററെ, എന്റെ കുഞ്ഞിനെ കാണാനില്ല. ആരെങ്കിലും കുഞ്ഞിനെ കൊണ്ട് പോണത് കണ്ടായിരുന്നോ സിസ്റ്ററെ? എന്റെ കുഞ്ഞിനെ കാണാനില്ലെന്നോ? ഇല്ല, ഞാൻ കണ്ടില്ലല്ലോ. നമുക്ക് അന്വേഷിക്കാം വാ. അതെ സിസ്റ്ററെ, എന്റെ കൂടെ റൂമിൽ കിടന്ന് ഉറങ്ങി വെച്ചതാ. ഞാൻ കണ്ണുറന്ന് നോക്കുമ്പോ കുഞ്ഞിനെ കാണാനില്ല. വാ നമുക്ക് അന്വേഷിക്കാം. വാ, ഓർത്ത് വിഷമിക്കല്ലേ. അതിനെ പറ്റി സമയമല്ലല്ലോ.